ഹലോ, എല്ലാവർക്കും സുഖാലയോ? അപ്പം നിങ്ങളെ സ്വന്തം ജീനുവാണ്, നിങ്ങളുടെ സ്വന്തം ജോനും ജോഷും ഉണ്ട്. ജോഷു ഇവിടെ കിടന്ന് കളിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മളിത് ഇന്നിവിടെ ഒരു സ്ഥലം വരെ വന്നേക്കാണ്. ടൊറങ്കയിലാണിത്. ടൊറങ്ക മൗണ്ട് മംഗുനോയിലാണ്. അപ്പൊ നമ്മളിപ്പോ വന്നേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏവിയേഷൻ മ്യൂസിയത്തിലാണ് വന്നേക്കുന്നത്. നല്ല കിടുവാണെന്നാണ് പറഞ്ഞു കേട്ടത്. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പൊ നമുക്കൊന്ന് കയറി നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ ഇതാണ് എൻട്രൻസ്. ഏവിയേഷൻ മ്യൂസിയം ആണ്. വിസിറ്റേഴ്സിന് വെൽക്കം ആണ് ഇവിടെ. അപ്പം എല്ലാവരും ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരിക. ഇതാണ് കണ്ടോ, ഇതാണ് എൻട്രൻസ്. നല്ല കിടുവാണ് സ്ഥലം. പുറമേ നിന്ന് കാണുമ്പോൾ വലിയ സംഭവമാണ്. നമുക്കൊന്ന് കയറി നോക്കിയാലോ. ഇതാണ് എൻട്രൻസ്. നമ്മൾ കയറി പോവാണ്. ഇവിടെ വർക്കിംഗ് അവേഴ്സ് ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാർ ഇതാണ് വർക്കിംഗ് അവേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കയറി നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഇവിടെ കോഫി ഏരിയ ആണ്. ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ആൾക്കാർക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട്. കണ്ടോ, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ റെസ്റ്റ് റൂം ഉണ്ട്. പിന്നെ ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ മുകളിലിട്ട് എന്തോ ഏരിയ ആണ്, ഐ മീൻ എന്തെങ്കിലും കോൺഫറൻസ് ഒക്കെ നടത്തുന്ന ഏരിയ ആണ്. ഇവിടെ നമ്മൾ പുറമേ ഇങ്ങനെ കുറച്ച് സ്പേസും ഉണ്ട്, ഐ മീൻ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവിടുത്തെ മെനൂസാണിത്. അപ്പോൾ നമ്മൾ ഇവിടെയും കുറച്ച് ഏരിയ ഉണ്ട്, ഐ മീൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇതാണ് നമ്മൾ പേ ചെയ്യേണ്ട എൻട്രൻസ്. നമ്മൾ ഇങ്ങോട്ട് കയറുകയാണ്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ അവർ ഷോപ്പിൽ വെച്ചിട്ടുണ്ട്, നമുക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. ജോഷു ജുനു, നമ്മളിതാ അവിടെ പേ ചെയ്തു. അവിടെ പേ ചെയ്തിട്ട് നമ്മൾ പോവാണ്, കയറുകയാണ്. കണ്ടോ, കുറേ എയറോപ്ലെയിൻസ് ആണ്. ജോഷു ജുനു ക്ലൈംബ് ചെയ്യില്ല കേട്ടോ അവിടെയും. ഇതാണ് ചെറിയ കുറച്ച് എയറോപ്ലെയിൻസ് അവിടെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും ഞാൻ ഫ്ലൈറ്റിൻ്റെ പുറമേ ഒന്നും കണ്ടിട്ടില്ല. ഇത് വേറൊരു എയറോപ്ലെയിൻ ആണ്. ഒരു മട്ടൻ എയറോപ്ലെയിൻ കണ്ടോ, മട്ടൻ എയറോപ്ലെയിൻ ആണത്. ഇവര് എയറോപ്ലെയിൻസ് ഒക്കെ എല്ലാം നിലത്ത് വെക്കാൻ സ്ഥലമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ എയറോപ്ലെയിൻസ് ഒക്കെ മുകളിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് എയറോപ്ലെയിൻസ് ഒക്കെ പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ എയറോപ്ലെയിൻസ് ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്, ഐ മീൻ ഷോക്കേഴ്സിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു ഹിസ്റ്ററിയാണ്. നിങ്ങൾ ഹെഡിങ് വായിക്കാം, ദ ഹിസ്റ്ററി ഓഫ് 75 സ്ക്വാഡ്രൺ എന്നാണ്. ഈ ഹിസ്റ്ററിയാണ് അവർ ഈ പിക്ചേഴ്സിന്റെ മോഡലിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇവര് ഈ മറ്റേ ഇതിന്റെ ബാക്ക് സൈഡിലാണ് ഇതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ.
ഇഷ്ടംപോലെ എന്താ പറയുക ഹിസ്റ്ററീസ്, ഐ മീൻ ഈ ഫ്ലൈറ്റ് ഉണ്ടായതിൻ്റെയും അങ്ങനെയുള്ള കുറേ ഹിസ്റ്ററീസാണ് അവർ എഴുതി ഇവിടെ വെച്ചേക്കുന്നത്. ഇതൊരു മ്യൂസിയം ആയതുകൊണ്ട് തന്നെ ഏവിയേഷൻ മ്യൂസിയം എന്നാണല്ലോ ഇതിൻ്റെ പേര്. അപ്പം അതുകൊണ്ട് തന്നെ മ്യൂസിയത്തിൽ കാണാവുന്ന പഴയ കാല ചരിത്ര സംഭവങ്ങളൊക്കെയാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഒരു ഫ്ലൈറ്റിൻ്റെ ഐ മീൻ എന്താ പറയുക, നമ്മൾ പൈലറ്റ് ഫ്ലൈറ്റ് ഓടിക്കുന്ന ആൾ ഓടിക്കുന്ന സ്ഥലം സംഗതിയാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ. ഇതാണ് കുറേ സെറ്റപ്പ് അല്ലേ, നോക്കിക്കേ. ഇതാണ് പൈലറ്റിൻ്റെ സീറ്റ്. കണ്ടോ? അപ്പം ഇഷ്ടംപോലെ ഐ മീൻ ഹിസ്റ്ററീസ് ആണ് എഴുതി ഐ മീൻ റൈറ്റ് ചെയ്തും വെച്ചേക്കണത്. ഇവിടെ കുറച്ച് വാർണിംഗ് സൈൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. ബാറ്റിൽ ഓഫ് ബ്രിട്ടൺ ഇതൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. എവിടെയാണ് പോണ്ടേ? ദ ഗ്രേവ് യാർഡാണ്. ഓക്കെ, കണ്ടോ? ഇത്രയാണ് അവർ ഹിസ്റ്ററി ആയിട്ട് റെക്കോർഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരെണ്ണം കൂടി ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലൈറ്റിനെ കുറിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെയാണ് ഇവർ ഇവിടെ ചെയ്ത് വെച്ചേക്കണത്, ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കണത്. പിന്നെ കംപ്ലീറ്റ് ഓരോ ഫ്ലൈറ്റ്സ് ആണ് ഇവർ ഡിസ്പ്ലേ ചെയ്തേക്കണത്. ഇതിൻ്റെ പുറമേയുള്ള പാർട്സ് എല്ലാം ഊരിയിട്ട് ആ ഫ്ലൈറ്റിൻ്റെ ഇൻസൈഡ് പാർട്ട് എന്താണെന്നാണ് ഇവർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. കണ്ടോ? ഐ മീൻ ഫ്ലൈറ്റിൻ്റെ പുറമേയുള്ള എന്താ പറയുക വിങ്സ് എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റ് എന്താണ് എന്നതാണ് ഇത്. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റുക എന്നത്. കാരണം എല്ലാം ഭയങ്കര ടെക്നിക്കലി ഭയങ്കര പാടാണ്. ഒരു പാർട്ട് ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തേക്കണത് കണ്ടോ? എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ്, എത്രയോ വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കണേ എന്ന് നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഈസി ജോബ് അല്ല ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കുക എന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ കാഴ്ചകൾ. കണ്ടോ? ഇങ്ങനെ നമുക്ക് കുട്ടികൾക്കെല്ലാം അങ്ങനെ കയറിയിരിക്കാം. ആ കുട്ടി കയറിയിരുന്നിട്ട് ചെയ്യുന്നത് കണ്ടോ? How is it? How is it? Good. Aha. ജോനുക്കുട്ടനും ജോഷിക്കുട്ടനും അതേ നല്ലതുപോലെ ആടിക്കൊണ്ടിരിക്കുകയാണ് പ്ലെയിനിലൊക്കെ കയറിയിട്ട്. ഇതിൻ്റെ അകത്ത് ഒരു കോയിൻ ഇട്ടിട്ടാണ്, $1 കോയിൻ ഇട്ടിട്ടാണ് ഐ മീൻ നമുക്ക് ഒരു ട്രിപ്പ് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ട് ജോഷു? ഓടിക്കാൻ പറ്റുന്നുണ്ടോ? ജോനു ഓടിക്കുന്നുണ്ടോ? നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റ് എങ്ങോട്ടെങ്കിലും പറന്നു പോകും കേട്ടോ. നേരെ നോക്കി ഓടിക്കണം. ജോഷു എങ്ങനെയുണ്ട്? ഗുഡ്.
ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാണ് ജോനു. ജോഷുവിന്റെ ഇപ്പൊ വീഴും എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോഷുവിന്റെ ഫ്ലൈറ്റ് ഓടുന്നത്. ഇനി ഇത്രേ ഉള്ളു പരിപാടി. വേഗം ഇറങ്ങിക്കോ, ചാടി ഇറങ്ങിക്കോ. എങ്ങനെയുണ്ട്? ഇഷ്ടായോ രണ്ടുപേർക്കോ? യെസ്, ജോനുവിന് ഇഷ്ടായോ? ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ ജോനിയും ജോഷും നടന്ന് കയറുകയാണ്. ഇതിന്റെ മുകളിൽ എന്താണ് സംഗതി എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെന്ന് നോക്കാൻ പുറകില്. മുകളിലിട്ട് കയറി പോകാൻ പറ്റില്ല. ഐ മീൻ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ പറ്റില്ല. കണ്ടോ, ഇതാണ് അതിന്റെ ഭംഗി എന്ന് പറയണത്. മുകളിൽ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി വന്നു കഴിയുമ്പോഴാണ് ഇതിന്റെ ഭംഗി മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക്. യെസ്, ഓക്കേ. ഈ ഏരിയയുടെ സൈഡിലായിട്ടൊരു കോർണറിൽ കുട്ടികൾക്കായിട്ടൊരു പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. പ്ലേ ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. ഇതാണ് പാർക്കാണ്. കിഡ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പാർക്കാന്നാണ് പറയണത്. ഒരു ഫ്ലൈറ്റിലൊക്കെ കയറി പോവാണ്. നാട്ടിലിട്ട് കിടക്കുകയാണ് എന്നാണ് തോന്നുന്നത്. മക്കളെ, നിങ്ങൾ പോവാണോ നാട്ടിൽ? അപ്പച്ചനെ അമ്മച്ചീനെ ഒക്കെ കാണാൻ പോവാണോ നാട്ടില്? താമന്ന് നീണ്ടിയൊക്കെയാണ് പോണത്. എനിക്ക് ഉള്ളിൽ കയറി പോകാൻ പറ്റത്തില്ല. ഐ മീൻ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അങ്ങനെ. പിന്നെ ഇവിടെ കുഞ്ഞു കുട്ടികൾക്കായി സ്വിങ് ഒക്കെ ഉണ്ട്. എന്തോ എയർപോർട്ട് സ്ലൈഡ് ആണെന്നാണ് ജോനു പറയണത് ഉള്ളില്. അപ്പൊ കുട്ടികൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. വലിയ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല കേട്ടോ. ഇതാണ് വിങ്സ്, കണ്ടോ? ഐ മീൻ നമ്മുടെ ഫ്ലൈറ്റിന്റെ ഒക്കെ വിങ്സ് ആണ്. എത്രയോ നീണ്ട വിങ്സ് ആണ് നോക്കുക. ഇവിടെ കയറിക്കോ കുഞ്ഞ്. ഇവിടെ വേറൊരു ഫ്ലൈറ്റ് ഇങ്ങനത്തെ ഒരു ലെവലിൽ ഇരിപ്പുണ്ട്. ജോനും ജോഷും പയ്യെ കയറി പോവുകയാണ്. എന്താണ് അവസ്ഥ അവിടുത്തെ? ബ്രോക്കൺ ആണോ? കണ്ടോ, ഒരു ഫ്ലൈറ്റ് ഏതാണ്ട് എന്തോ പറ്റിയിട്ട് തകർന്ന ഫ്ലൈറ്റ് ആണ്. ജസ്റ്റ് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു ഹെലികോപ്റ്റർ ഉണ്ട് ഇവിടെ. ഫ്ലൈറ്റ് ട്രെയിനിങ് ഹെലികോപ്റ്റർ ആണത്. നമ്മുടെ ജോനിക്കുട്ടൻ വേഗം ഹെലികോപ്റ്ററിന്റെ ഉള്ളിലേക്ക് കയറുവാണ്. വേഗം ഓടിച്ചിട്ട് നോക്കോ, തകർക്കൂ. പറന്നു പോയി അപ്പച്ചനെ അമ്മച്ചിനെ കണ്ടിട്ട് വാ. ഹോട്ടാണോ? ഓക്കെ, ന്യൂ വൺ ആണ്. തകർത്തു. ഇനി അടുത്തത് ഇവിടെ വേറൊരു റൂറൽ എയർ സർവീസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫ്ലൈറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് പുറമേയുള്ള സീനറിയാണിത്. കുറെ ഫ്ലൈറ്റ്സ് നമ്മുടെ പുറമേ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ എൻഡിലായിട്ട് ഒരു ഫ്ലൈറ്റ് ട്രെയിനിങ് ഒരു സെന്റർ ഉണ്ട് അവിടെ. ഫ്ലൈറ്റ് ട്രെയിനിങ് സെന്റർ ഉണ്ട് അവിടെ. ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ളത് കാണാൻ പറ്റുന്നത്. വേറൊരു ബോട്ടുണ്ട്. ബോട്ടാണ് ഇത്. ഫ്ലൈയിങ് ബോട്ടാണ്. തകർപ്പാണ്. കേറിയൊക്കെ ഇരിക്കാൻ പറ്റുന്ന ടൈപ്പാണോ നോക്കട്ടെ കേട്ടോ. കയറാനൊന്നും പറ്റില്ലാത്തൊരു ബോട്ടാണ്. ഇതാണ് ഏരിയ. പിന്നെ സ്ലൈഡ്സ് ഒക്കെ ഉണ്ട്. ഉള്ളിൽ കൂടെ കയറിയിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരാം സംഭവമാണ് ഇത്. ഇതെന്നെ ബോട്ടാന്ന് എനിക്ക് തോന്നണേ.
കണ്ടോ ഇങ്ങനെ ഒരു സാധനം. ആ ജോഷപ്പ് എന്താ ഇവിടെ വേറെ എന്താണ്ട് സാധനത്തിൽ കയറിയിപ്പുണ്ട്. എന്ത് സാധനം? എന്തോ ഒരു ട്രെയിനാന്നൊക്കെയാണ് പറഞ്ഞ കേട്ടത്. എന്റെ കർത്താവേ, ബൈക്കൊക്കെ അങ്ങ് ഇട്ടങ്ങ് പൊളിക്കുവാണ് ഇവിടെ കിടന്ന് കക്ഷി. എന്റെ കർത്താവേ, പുറകിലൊക്കെ നോക്കണുണ്ട് കേട്ടോ, വണ്ടിയൊക്കെ വരുന്നുണ്ടോന്നൊക്കെ ജോഷ് നോക്കണുണ്ട്. മിക്കവാറും ബ്രേക്കൊക്കെ ഓടിക്കും. എങ്ങനെയുണ്ട്? ഗുഡ്. ക്രൈസിയാണ് ജോഷ് ഇവിടെ. ഫ്ലൈറ്റില് ജോനപ്പൻ കയറി പോവാണ്. എന്നിട്ട് ജോനപ്പൻ നമുക്ക് എവിടെ കണ്ടു കിട്ടുമെന്ന് ഞാൻ കാണിച്ചു തരാം. ദാ ജോനപ്പൻ കയറി പോയിരിക്കുന്നു. നമുക്ക് ഓടിച്ചെന്ന് ജോനപ്പനെ നമുക്ക് ഫൈൻഡ് ചെയ്യാം. ജോനപ്പൻ ഈ വഴി വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം. ആ ജോനപ്പൻ എലി പതുങ്ങി പതുങ്ങി വരുന്നത് പോലെ ജോനപ്പൻ പതുങ്ങി പതുങ്ങി വരുന്നുണ്ട്. എങ്ങനെ ജോനപ്പ വന്നുണ്ടോ? അപ്പം എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിസ്റ്ററിയൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഓടിവായോ. ഫ്ലൈറ്റ്സിനെ കുറിച്ച്, എയറോപ്ലെയിൻസിനെ കുറിച്ച് ഒക്കെ ഹിസ്റ്ററി പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ വേഗം വരികയാണെങ്കിൽ ഭയങ്കര സൂര്യപ്രകാശമാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ്, ഫ്ലൈറ്റ്സിനെ കുറിച്ചും ഒക്കെ ഹിസ്റ്ററി പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഓടിവായോ. അപ്പം അവർക്ക് പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇത് പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഹിസ്റ്ററി പണ്ട് മുതലേ ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റാണ്. പിന്നെ ഈ കൂടുതൽ റീഡിങ്സും എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഓക്കെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ്സ് ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. പക്ഷേ മോർ ദാൻ ദാറ്റ്, ഐ മീൻ കുട്ടികൾക്കും ഹിസ്റ്ററി പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കും അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണ്. പിന്നെ ഇതുങ്ങളൊക്കെ ഇവിടെ നിന്ന് കളിക്കുകയാണ്. കളിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പയ്യെ സ്കൂട്ടടിക്കാം. ഇവിടുത്തെ റേറ്റ് ആണ് കേട്ടോ ഇത്. നമ്മുടെ ജോനു ഇതാ ഇവിടെ ഒരു ഫ്ലൈറ്റിൻ്റെ മുകളിലോട്ട് കയറി പോവാണ്. കണ്ടോ, ലാഡറിലെല്ലാം കയറി കക്ഷി അങ്ങോട്ട് പോവാണ്. കക്ഷി ചാടി കയറുകയാണ്. ജോഷ്, ജോനു എങ്ങനെയുണ്ട്? കൂൾ പ്ലേസ് ആണോ? ജോനു ജോഷപ്പൻ കയറി പോവാണ്. ജോഷപ്പൻ ഡാങ്കിടി ഡിങ്കിടി. നോനോ, നമ്മുടെ ജോഷപ്പൻ ഇവിടെ ഒരു ചെറിയൊരു ഫ്ലൈറ്റിലൊക്കെ കയറിയേക്കാണ്. ടങ്ക് ആ ഓടിച്ചു വായോ. ഗോ, പെഡലിൽ ചവിട്ട്. നമ്മുടെ ജോഷപ്പൻ അടുത്ത ഒരു ഫ്ലൈറ്റിൽ കയറിയേക്കാണ്. പറപ്പിച്ചോണ്ട് പോവാണ് ആള്. ആ ശേഷു ഇവിടെയുള്ള ഫ്ലൈറ്റിനെയൊക്കെ ഇടിച്ചിടുക്ക തോന്നണേ. ജോഷപ്പൻ ഓടിവായോ. അയ്യോ, വിങ്സൊക്കെ തകർന്നു. അടുത്ത ഫ്ലൈറ്റും തകർന്നു. ഇപ്പൊ അവര് എന്താ പറയാ, പുഴയിലേക്ക് ചാടുന്നു തോന്നുന്നേ. ഓടിവായോ. ഹലോ, ഞങ്ങളിതാ ഇവര് രണ്ടുപേരും ഇവിടെ കളിക്കുകയൊക്കെ ചെയ്തു. നല്ലോണം എന്താ പ്ലെയിനിലൊക്കെ കയറി കളിച്ചു. അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് വിശക്കാണ്. ഒരു നിവൃത്തിയില്ല. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഈ കഫേയിൽ, ഫ്രണ്ടിൽ നമ്മൾ കണ്ട കഫേയിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ജോഷുവിൻ്റെ മിൽക്ക് ഷേക്ക് വേണമെന്ന് പറഞ്ഞു. ബനാന മിൽക്ക് ഷേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തു. ജോനുവിന് ഫ്രഞ്ച് ഫ്രൈസ് മതി എന്ന് പറഞ്ഞു. ഒരു ഫ്രഞ്ച് ഫ്രൈസ് സ്മോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു സ്ട്രോബെറിയുടെ മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കട്ട വെയിറ്റിംഗിലാണ്. അപ്പം നമ്മളുടെ മിൽക്ക് ഷേക്കും സ്മൂത്തിയൊക്കെ അല്ല സംഗതിയെല്ലാം ഇവിടെ വന്നു. ജോഷുവിൻ്റെ നമ്മളുടെ എന്താ ബനാന സ്മൂത്തിയാണ്. ജോഷു വേഗം കുടിച്ചിട്ട് പറയുന്നതാണ്. ജോഷു, ഇത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് ഇവിടുന്ന് വിടത്തില്ല ഞാൻ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇഷ്ടമായോ? കിടു. ഓക്കെ, നമ്മുടെ ജോനുവിൻ്റെ ഫ്രഞ്ച് ഫ്രൈസിന് ജോനു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ എൻ്റെ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാട്ടോ.
സൂപ്പറാണ്, ഒന്നും പറയാനില്ല എനിക്ക്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ സ്ട്രോബെറിയുടെ ഐസ്ക്രീം ഇല്ലേ അത് തന്നെ. അതിനകത്ത് കുറച്ച് പാലൊക്കെ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ജോഷ് ഇവിടെ കുടിച്ചൊക്കെ തീർത്തിട്ടുണ്ട്. ഇതെനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സ്ട്രോബെറി മിൽക്ക് ഷേക്കാണ്. കിടുവാണ്. അപ്പം നമ്മുടെ ജോനുവിടെ വെള്ളമൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ജോനുവിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് വന്നിട്ടില്ല. ജോനുവിടെ കട്ട വെയിറ്റിംഗിലാണ്. അപ്പം ഞാനൊന്ന് സക്സസ്ഫുള്ളി നമ്മൾ ജോഷപ്പൻ ഡേ കംപ്ലീറ്റ് ചെയ്തു. ബനാനാസ് മിൽക്ക് ഷേക്ക് നമ്മുടെ ജോഷപ്പൻ കംപ്ലീറ്റ് ചെയ്തു. ജോനപ്പൻ സ്റ്റിൽ വെയിറ്റിംഗിലാണ്. ജോനപ്പൻ തളർന്നു. എൻ്റെ കൊച്ചു ഫിനിഷ് ചെയ്തു. നമ്മുടെ ജോനപ്പൻ ഇവിടെ കട്ട വെയിറ്റിംഗിലാണ്. ഫ്രഞ്ച് ഫ്രൈസ് വന്നില്ല. എന്നെ ചെയ്യണേന്ന് അറിയില്ലാതെ കൈയൊക്കെ ഇങ്ങനെ തുറണ്ടിക്കൊണ്ടൊക്കെ ഇരിക്കുവാണ്. നമ്മളുടെ ജോനപ്പന്റെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വന്നു. ജോനപ്പൻ ടക്ക് അടിച്ചു കയറ്റുവാണ്. കണ്ടോ, ജോഷപ്പന്റെ സ്വഭാവം മാറി. ജോഷപ്പന്റെ മിൽക്ക് ഷേക്ക് ഒന്നും ജോനുവിന് ഷെയർ ചെയ്യാതെ ജോനുവിന്റെ മിൽക്ക് ഷേക്ക് ചിപ്സ് നമുക്ക് ഷെയർ ചെയ്യാമെന്നാണ് പറയണത്. കണ്ടോ, ആളിവിടെ ഇരുന്ന് കിടക്കാച്ച് കേറ്റലാണ്. ജോനു എങ്ങനെയുണ്ട്? ഗ്രേറ്റ് ആണ്. ഇഷ്ടപ്പെട്ടോ? ജോഷുവിന്റെ മിൽക്ക് ഷേക്ക് ഓൾറെഡി കുടിച്ചു കഴിഞ്ഞു. അത് ജോനുവിന്റെയാണ്. ജോഷു, അത് ജോനുവിന്റെയാണ്. അത് ജോനുവിന്റെയാ. നീ കഴിക്കണോ ജോനുവിന്റെ സാധനങ്ങളൊക്കെ? ഓക്കെ. അപ്പൊ ഇതാ ഞങ്ങളുടെ മിൽക്ക് ഷേക്കുകളെല്ലാം തീർത്തു. ജോനുവിന്റെ ചിപ്സും ഞങ്ങളെല്ലാം കൂടെ തീർത്തു. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും. ഐ മീൻ ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലൈറ്റ്സ് ഒക്കെ ഇരിക്കുന്നതെന്നുള്ള കാര്യമാണ് ജസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്നതിൽ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തൊരു മണി ഉണ്ടാകും, ബെല്ലുണ്ടാകും, അത് ക്ലിക്കാൻ മറക്കരുത്. അപ്പം നമ്മളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പം ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതാണ്. അപ്പം ജോഷു എന്താ പറയണത്? ജോഷു ആണെങ്കിൽ കണ്ട സ്ട്രോയിലുള്ള മിൽക്ക് ഷേക്കും കൂടെ എടുത്ത് കുടിക്കുകയാണ് ജോഷു. അപ്പം ജോനു എന്നാ പറയുന്നത്? സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ എന്നാണ് ജോനു പറയുന്നത്. ജോഷു എന്തെങ്കിലും പറയാനുണ്ടോ? ജോഷു ആ ഗ്ലാസ് നക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആസ് വെൽ. ഓക്കെ, താങ്ക് യു, ബൈ, സീ യു.